ഹായ് എവ്രി വൺ, ഇന്നൊരു കുഞ്ഞു റാൻഡം സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അത്യാവശ്യം നല്ലൊരു വെതർ ഉണ്ടാകുന്നത്. സാധാരണ ഒരു മൂടി വെതർ ആയിരുന്നു, ഒരു മഴക്കാലൊക്കെ ആയിട്ട്. ഇന്ന് അത്യാവശ്യം ഒരു സണ്ണി ഡേ ആണ്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഓക്കെ ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. പിന്നെ ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ടെലഗ്രാമിലെ ഒരു ചാനലുണ്ട്, പത്രവാർത്തകൾ എന്ന് പറയുന്നത്, അതിൽ നോക്കിയിട്ടാണ് കേട്ടോ. നിങ്ങൾ PSCക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിനോ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേ ബി ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. മലയാളത്തിലാണ് കേട്ടോ ഫുള്ള് ന്യൂസസും വരുന്നത്. അപ്പം ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സാംസ് ഒക്കെ ഓൾമോസ്റ്റ് വരാറായിട്ടുണ്ട്. സോ ഞാൻ ഈ സോഷ്യൽ മീഡിയസിൽ നിന്നൊക്കെ ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എക്സാംസിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ മാർച്ച് മന്തിലേക്കുള്ള വീഡിയോസ് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ഇത്രയും ഡേയ്സ്. ഇനി ഏപ്രിലേക്കും മെയ്യിലേക്കും കൂടിയുള്ള വീഡിയോസൊക്കെ ഈ ഒരു മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. സോ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ബ്രേക്ക് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം വീഡിയോസൊക്കെ എന്തായാലും അപ്ലോഡ് ആയിക്കോളും, കാരണം ഷെഡ്യൂൾ ചെയ്ത് വെച്ചതായിരിക്കും. പക്ഷേ കമൻസിനൊക്കെ റിപ്ലൈ തരാനും കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ആക്റ്റീവ് ആകാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പണ്ടത്തെ പോലെ അത്ര അടിപൊളിയായിട്ട് ഇപ്പം വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 ട്രൈപോഡായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്, ഒന്നൊരു 5-6 വർഷം മുന്നേ ഞാൻ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വാങ്ങിച്ചതാണ് കേട്ടോ. രണ്ടും അത്യാവശ്യം കേട് വന്നിട്ടുണ്ട്, കാരണം ഞാനൊരു ചീപ്പ് പ്രൈസിനായിരുന്നു, അത്ര ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ട്. ഒട്ടും സ്റ്റേബിൾ അല്ല. പിന്നെ അത് അതിൽനിന്ന് മറിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര എന്താ പറയുക, ഞാൻ വിചാരിച്ച ആ ഒരു രീതിയിൽ എനിക്ക് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പെർഫെക്ഷനിസം എൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് കേട്ടോ. പക്ഷേ ഇനി പുതിയ ഒരെണ്ണം വാങ്ങിക്കുന്നത് വരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് എന്താ പറയുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഞാൻ ഇമ്പ്രൂവ് ആക്കുന്നതാണ്. അപ്പോൾ ഇത് നോട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. മാർച്ച് മന്തിലേക്കുള്ള കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനും ഇതേ വെതറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങുന്നുണ്ട്, നല്ല മൂടിയായി വരുന്നുണ്ട്, മഴക്കാറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു വെതറും എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, നല്ല മൂടി പൊതിച്ച് സിനിമയൊക്കെ കണ്ട് ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കാനായിട്ട് തോന്നും. ആക്റ്റീവായിട്ടിരിക്കാൻ തോന്നത്തില്ല, ഭയങ്കര മടി പിടിച്ചിരിക്കാനായിട്ട് തോന്നും. അതുകൊണ്ടാണ്. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാനായിട്ട് തുടങ്ങി, ചെറിയ ചെറിയ ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ മഴയായതുകൊണ്ടാണ് ഞാൻ മുറ്റത്തൊക്കെ വന്നിരുന്ന് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. ചെറുതായിട്ട് മഴ കൊള്ളാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ചൊരു ഈവനിങ് ഒക്കെ ആയ ടൈമിൽ ഞാൻ ബാക്കി പഠിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു പ്ലാനർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ കുറച്ച് മാർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഡേറ്റിൻ്റെ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു പ്ലാനർ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇതുപോലത്തെ പ്ലാനേഴ്സൊക്കെ പിൻട്രസ്റ്റിലൊക്കെ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലുപയോഗിച്ചിട്ടുള്ള മെത്തേഡ് ഞാൻ തന്നെ സ്വന്തമാക്കി ചെയ്ത കേട്ടോ. കാരണം എനിക്കത് വർക്കൗട്ട് ആവുന്ന രീതിയിൽ ഞാൻ പൊതുവേ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫയലില്ലേ, അതിലെ നോട്ട്സൊക്കെ ഞാനൊന്ന് പഠിക്കാനാണ് വിചാരിക്കുന്നത്. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ് കേട്ടോ. ഞാൻ ഇതും ഒരു ടെലഗ്രാം പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. വൊക്കാബ്സ്പീഡിയ എന്നാണ് ആ ഒരു പേജിൻ്റെ പേര്. NCERT സിലബസ് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ പുറത്തിപ്പോഴും ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴാണ് കറണ്ട് പോകാമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം കറണ്ടുള്ളപ്പോൾ തന്നെ ഈ ഒരു തീർക്കാനുള്ള പാർട്ടൊക്കെ ഒന്ന് തീർത്ത് വെക്കുവാണ്. പിന്നെ ഈ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യുന്ന ആ ഒരു ഈവനിങ് ടൈമിൽ പഠിക്കാനായിട്ട് നല്ലൊരു കോസി ഫീലാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ഈവനിങ് ടൈമൊക്കെയാണ് പഠിക്കാനായിട്ട് കുറച്ചും കൂടി ഇഷ്ടം. കാരണം അപ്പോഴാണ് കുറച്ചും കൂടെ പ്രൊഡക്ടിവിറ്റി കൂടുക. ഈവനിങ് ടു മിഡ് നൈറ്റാണ് ഞാൻ പൊതുവേ പഠിക്കാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. കാരണം ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ ക്ലാസ്സിലേക്ക് പോകണം, അതാണ് എനിക്ക് ഉള്ളത്. പക്ഷേ ഈവനിങ് ആണ് ഞാൻ മെജോറിറ്റി ഭാഗങ്ങൾ പഠിക്കാനായിട്ട് തീർക്കുന്നത്. എന്നാലും ചെറിയൊരു ചേഞ്ച് വരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ നമുക്ക് ആ ഒരു രാവിലത്തെ ആ ഒരു കാംനെസ്സും പിന്നെ രാവിലത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോസൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു.
ഇനി മൊത്തമായിട്ട് പഠിത്തത്തിലേക്ക് മാറുന്ന ആ ഒരു ടൈമിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിച്ച് നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഏത് ടൈമിലിരുന്ന് പഠിക്കുന്നു എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല കേട്ടോ. നമുക്കത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നു എന്നതിലാണ് കാര്യം. ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം രാവിലെ നേരത്തെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിച്ചാൽ ഭയങ്കര എന്താ പറയുക എഫക്റ്റീവ് ആയിരിക്കുമെന്ന്. പക്ഷേ അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആളുകൾക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കും ഓക്കെ ആയിരിക്കുക. ചില ആളുകൾക്ക് ഈവനിങ് ആയിരിക്കും, അല്ലെങ്കിൽ മിഡ് നൈറ്റ് ആയിരിക്കും. ചില ആളുകൾക്ക് ഏത് ടൈമിൽ ഇരുന്ന് പഠിച്ചാലും ചിലപ്പം ബസ്സിൽ പോകുമ്പോൾ പഠിച്ചാലും പണിയെടുത്തുകൊണ്ട് പഠിച്ചാലും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ആളുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനത്തെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്താ പറയുക അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ആ ഒരു ടൈമിൽ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ടൈമാണ് കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത്. അല്ലാത്ത ടൈമിലൊക്കെ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അത്ര കോൺസെൻട്രേഷൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ജസ്റ്റ് ലൈക്ക് ഇംഗ്ലീഷ് മലയാളം വെക്കാബുലറി ഒക്കെ അല്ലേ, അതൊക്കെ അങ്ങനത്തെ ടൈമിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഫയൽ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കും, മേ ബി നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പൂളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും ആയിട്ട് അങ്ങനെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇത് അത്യാവശ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ SCERT ബേസിൽ പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാനിത് എവിടുന്നാണ് വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വാങ്ങിയതല്ല, ഇത് ഞാൻ ചേർന്നിട്ടുള്ള കോച്ചിങ് സെൻറ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അഡ്മിഷൻ എടുത്തപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. സോ അത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്കിൽ നിന്നുള്ള കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് കേട്ടോ. ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന പാടെ തന്നെ എൻ്റെ ഒരു ബേബി നീസ് ഉണ്ട്, എൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ. അവൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് വീടിൻ്റെ മേലെയുള്ള ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുള്ളതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ അവൾക്ക് നടക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെയും കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് വന്നതാണ്. ഇവിടെ കണ്ടാലും അവളിങ്ങനെ മണ്ണുണ്ടോ പൊടിയുണ്ടോ എന്ന് നോക്കൂല, അതിലിങ്ങനെയൊക്കെ നടക്കും. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനൊരു ചാർട്ട് പേപ്പർ പോലത്തെ ഒരു സാധനം, ഈ ഒരു തിക്കായിട്ടുള്ള പേപ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ഫയൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഉണ്ടാക്കി വർക്കൗട്ട് ആയ സമയത്ത് എനിക്ക് അതുപോലത്തെ ഇനിയും കുറേ എണ്ണം ഉണ്ടാക്കണം തോന്നി. അതിന് വേണ്ടിയിട്ട് ഈ ഒരു തിക്കായിട്ടുള്ള പുറം ചട്ടി ഉണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും തോന്നി. സോ അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ഷീറ്റിന് 25 റുപ്പീസാണ് കേട്ടോ വരുന്നത്. ഇത് ചാർട്ട് പേപ്പറിനെക്കാട്ടിലും കുറച്ചും കൂടെ തിക്കാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട്, ഇത് മടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാനതുകൊണ്ട് തന്നെ ഈ സിസറൊക്കെ എടുത്തിട്ട് ജസ്റ്റ് അമർത്തിയപ്പോഴാണ് ഇത് നന്നായിട്ട് മടങ്ങി വരുന്നത്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നോട്ട്ബുക്ക് പോലെ ഒരു ഫയൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ന്യൂസ് പ്രിൻ്റൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ. അതാകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും അതിലേക്ക് ഇനിയും ആഡ് ചെയ്യാമല്ലോ, പേജസ് തീർന്നു പോകുമെന്ന് വേറെ ആവണ്ട. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇത്. കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഞാനിതിങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചില്ലറ മെനക്കേടൊന്നും അല്ല ഇതിങ്ങനെ മടക്കാനായിട്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും ഏകദേശം അതുപോലെ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് പേപ്പർ പഞ്ചർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ടൊരു ഹോൾ കൊടുക്കുകയാണ്. അതിൻ്റെ മുന്നേ തന്നെ ഇതിലേക്ക് വേണ്ട ന്യൂസ് പ്രിൻ്റൊക്കെ ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ജസ്റ്റ് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല തിക്ക് പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് പഞ്ച് ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൈയൊക്കെ നന്നായിട്ട് വേദനിച്ചു. പക്ഷേ എന്നാലും ഏകദേശം വിചാരിച്ച പോലെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു റിങ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതിനെ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു റിങ് ഞാൻ കുറേ എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അതെനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നി പല ക്രാഫ്റ്റും ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വലിയ സൈസിന് 12 രൂപയാണ് കേട്ടോ, ചെറുതിന് 8 രൂപ, അതിൻ്റെ ചെറുതിന് 3ഓ 5ഓ അങ്ങനെ എങ്ങാനും ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉള്ളത്. ഇനി ഇതിൻ്റെ സൈസൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ സൈഡിലൂടെ, കാരണം കുറച്ചും കൂടെ വലിയൊരു സൈസായിപ്പോയി ഞാൻ മടക്കിയ ടൈമിൽ.
അപ്പം അതും കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഫയൽ റെഡിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഏതാണ് ടോപ്പിക് എന്നുള്ളതും കൂടെ ഞാൻ എഴുതി വെക്കുകയാണ്. മാത്സിൻ്റെ പ്രോബ്ലംസൊക്കെ വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫയൽ ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം അത് ഒരുപാട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഉണ്ടാകുമല്ലോ. അപ്പം ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നതെന്നൊക്കെ ഉള്ളത്. അത് ജസ്റ്റ് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഈ സംഭവം ഉള്ളത്. ഇത് മറയ്ക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഓക്കെയാണ്, ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഞാൻ ഇനിയും കോണ്ടൻ്റൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.